ആദ്യം നിക്ഷേപിച്ച കുറച്ചാളുകൾക്ക് വൻ പലിശ നൽകിയാണ് തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് കമ്പനി കൂടുതൽ നിക്ഷേപകരെ വലയിലാക്കിയത്. 200 കോടിയിലേറെ രൂപയാണ് കമ്പനി തട്ടിയെടുത്തത്. 40% മുകളിലായിരുന്നു സേഫ് ആൻഡ് സ്ട്രോങ് പലിശ വാഗ്ദാനം ചെയ്തത്. പേരുകൊണ്ട് മാത്രമാണ് തൃശൂർ ആസ്ഥാനമാക്കി പ്രവീൺ റാണ നടത്തിയിരുന്ന കമ്പനി സേഫും സ്ട്രോങ്ങുമായിരുന്നത്. ഓഹരി വിപണിയിലും വൻകിട ബിസിനസ്സുകളിലും നിക്ഷേപം നടത്തി കോടികൾ വാരിക്കൂട്ടുന്ന ബിസിനസ്സുകാരനെന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. പ്രതിവർഷം 40% വരെ അവിശ്വസനീയമായ പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപകരെ ആകർഷിച്ചത്. സേഫ് ആൻഡ് സ്ട്രോങ് നിധി കമ്പനിക്ക് RBI നിരീക്ഷണം വന്നതോടെ സേഫ് ആൻഡ് സ്ട്രോങ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം രൂപീകരിച്ചായി തട്ടിപ്പ്. സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി എന്ന പേരിൽ നിക്ഷേപകരുമായി കരാർ ഒപ്പിട്ട സാമ്പത്തിക നിയമങ്ങളുടെ കണ്ണുവെട്ടിച്ചു. കൺസൾട്ടൻസി കമ്പനിയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 3250 രൂപ റിട്ടേൺ നൽകും. 1 ലക്ഷം രൂപ നൽകിയാൽ 1 വർഷം തിരികെ ലഭിക്കുന്നത് 39,000 രൂപ. മാസങ്ങളോളം നിക്ഷേപകർക്ക് ഇത്തരത്തിൽ പണം ലഭിച്ചതോടെ ഇതിൽ മയങ്ങി കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു. 33 അക്കൗണ്ടുകളിലായി മാത്രം 140 കോടിയോളം രൂപയാണ് പ്രവീൺ റാണ നിക്ഷേപമായി സ്വീകരിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി അവിടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവളവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ജോലിയും ചെയ്തിട്ടുള്ളായിരുന്നു. അവൾ ഒരു 10-40 രൂപ ഇട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ കുട്ടിക്ക് 3-4 വർഷത്തോളം മുടങ്ങാതെ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ ഇത് നിൽക്കാനുള്ള സാധ്യതയില്ല. അന്നൊക്കെ ഈ ബോംബെ പൊളിറ്റീഷ്യൻസിനെ ആയിരുന്നു പിന്നെ മെയിൻ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലാക്ക് വൈറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിട്ടാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മളുടെ ഈ ഫണ്ട് ഇട്ട് റോൾ ചെയ്ത് അത് വൈറ്റാക്കി അവർക്ക് മുഴുവൻ കൊടുക്കേണ്ടാവില്ല, അതിനനുസരിച്ച് കൊടുക്കും. പക്ഷെ അവർ മൊത്തത്തിൽ അവിടെ നിന്ന് ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് വിഡ്രോ ചെയ്യപ്പെട്ടു. കൊച്ചിയിലെ ഫ്ലൈ ഹൈ ബാർ, നവി മുംബൈയിലെ 1500 കോടിയുടെ പദ്ധതി, ബംഗളൂരുവിലും പൂനെയിലുമുള്ള ഡാൻസ് ബാറുകൾ എന്നിങ്ങനെ നിരവധി പദ്ധതികളിൽ പണം മുടക്കിയെന്നായിരുന്നു റാണയുടെ അവകാശവാദം. എന്നാൽ പലതും കടലാസ് കമ്പനികൾ മാത്രമായിരുന്നു. 12 ജില്ലകളിലായി ഇയാൾക്കെതിരെ 260 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിലടക്കമുള്ള കാലതാമസം ഇയാൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കി. ഒന്നും അസാധ്യമല്ല, എല്ലാം സാധ്യമാണ് എന്നായിരുന്നു സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ മുദ്രാവാക്യം. ആളുകളെ പറഞ്ഞു പറ്റിച്ച എന്ത് തട്ടിപ്പ് നടത്താമെന്ന് ഇവർ തെളിയിക്കുകയും ചെയ്തു. ഇത്തരം തട്ടിപ്പ് കമ്പനികളെ തുടക്കത്തിലെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ ഇനിയും ഈ തട്ടിപ്പുകൾ തുടരുമെന്നത് ഉറപ്പാണ്. ക്യാമറമാൻ മോനിഷ് മോഹനൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1, തൃശൂർ.